അനിയനും ചേട്ടനും തമ്മിൽ ഒരു 4 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചേട്ടത്തി അതീവ സുന്ദരിയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളും ഞെട്ടിപ്പോകും. എന്തായാലും ലോകേഷിൻ്റെ മേലിലേക്ക് നമുക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ലോകേഷ്, യഥാർത്ഥ പേരല്ല കേട്ടോ. ഞാനിപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അച്ഛൻ 10 വർഷത്തിന് മുമ്പ് മരിച്ചു പോവുകയായിരുന്നു. അച്ഛന് സ്ഥിരം ജോലിയുണ്ടായിരുന്നു. ആ ജോലിയാണ് ചേട്ടന് കിട്ടിയത്. ചേട്ടനാണ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബനാഥൻ. അമ്മയും ഞാനും ചേട്ടനും അടങ്ങുന്ന കുടുംബത്തിൽ ചേട്ടന് വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട്. അവരുടെ ഹസ്ബൻഡ് പണ്ട് നഷ്ടപ്പെട്ടതാണ്. ഒരു പെൺകുട്ടി മാത്രമാണുള്ളത്. മിക്കവാറും അമ്മ അവർക്ക് തുണയായി പോയി നിൽക്കുമായിരുന്നു. കാരണം കുഞ്ഞമ്മയ്ക്ക് ശാരീരികമായും മാനസികമായും ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവിടെ ഒരു പെൺകുട്ടിയല്ലേ. ആ കുട്ടിയെ നേർവഴിക്ക് നയിക്കാൻ എൻ്റെ അമ്മയുടെ ഒത്തിരി സഹകരണം ആവശ്യമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അതുകൊണ്ട് എല്ലാവർക്കും ചെറുപ്പത്തിലെ പാചകം അറിയാം. അമ്മ ഉള്ളപ്പോൾ പാചകം ചെയ്യും, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും പാചകം ചെയ്ത് തനിയെ കഴിക്കുന്നവരാണ്. എൻ്റെ അച്ഛനൊക്കെ നന്നായി പാചകം ചെയ്യും, ഞാനും ചെയ്യും, ചേട്ടനും ചെയ്യും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞങ്ങളുടെ വീട് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. കുഞ്ഞമ്മയും മകളെയും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷെ അച്ഛനത് സമ്മതിച്ചില്ല. നീ പോയി അവരുടെ വീട്ടിൽ നിന്ന് അവരെ പരിചരിച്ചു കൊള്ളാൻ പറഞ്ഞു വിട്ടു. പിന്നെ എൻ്റെ ചേച്ചി, അതായത് കുഞ്ഞമ്മയുടെ മോള്, അവർക്ക് എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സിനെ പോലെയാണ്. ചിലപ്പോൾ ചേച്ചി എന്ന് വിളിക്കും, അല്ലെങ്കിൽ എടി എന്ന് വിളിക്കും. അവളാണ് ശരിക്കും എൻ്റെ ചേട്ടന് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്തത്. എൻ്റെ ചേട്ടൻ വലിയ പഠിപ്പിസ്റ്റാണ്. ഇതിലും വലിയ ഉദ്യോഗം കിട്ടണമെന്ന് വെച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ചേട്ടന് പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ ജോലി കിട്ടി. അപ്പോൾ പിന്നെ അതിൽ കംഫർട്ടബിളുമായി, പ്രശ്നമൊന്നുമില്ല. എന്നാലും പുള്ളിക്ക് വലിയതോ ഉദ്യോഗസ്ഥനാകണമെന്നായിരുന്നു ആഗ്രഹം. സൗന്ദര്യമുള്ള ആളാണെങ്കിലും ഹൃദ്യമായ രീതിയിലൊന്നും ഇടപെടാൻ അറിയുകയില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ പ്രേമൊന്നും ഉണ്ടായിട്ടില്ല. പുള്ളിയെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും ഇന്ന് വരെ കേട്ടിട്ടില്ല. സ്ത്രീകളുമായിട്ട് സൗഹൃദമുള്ളതായിട്ടും കേട്ടിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ് ഞാൻ ചേച്ചിയും കൂടെ ചിരിക്കും. വലിയ പഠിപ്പിസ്റ്റാണെന്ന് ഭാവിച്ച് നടക്കുകയാണ്. മനുഷ്യൻ്റെ സാധാരണ സ്വഭാവങ്ങളൊന്നും ഇല്ലെന്ന്. ചേട്ടൻ്റെ ജാതകം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ 35 വയസ്സ് കഴിഞ്ഞ് വിവാഹയോഗം ഉള്ളൂ എന്ന് ആരോ പറഞ്ഞത്രേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് ആദ്യം ഇളകി. ഉടനെ തന്നെ കുഞ്ഞമ്മയോടൊക്കെ പറഞ്ഞു. കുഞ്ഞമ്മയ്ക്ക് പിന്നെ അധികം വെളിവും തെളിവൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കും. ഉടനെ നടത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരോടും ചർച്ച ചെയ്തു. അങ്ങനെയാണ് കുഞ്ഞമ്മയുടെ മകൾ മുൻകൈ എടുത്തത്. ഞാൻ ഒന്ന് നോക്കട്ടെ, എനിക്ക് പരിചയത്തിൽ 3-4 പെൺകുട്ടികളുണ്ട്. ജാതകം ചേരുകയാണെങ്കിൽ ആ വിവാഹം നടത്താമല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും എൻ്റെ കുഞ്ഞമ്മയുടെ മകളുടെ കൂട്ടുകാരിയുടെ ചേച്ചിയാണ് ഈ ഒരു വധു. എല്ലാം നോക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ചേച്ചി, അതായത് രഞ്ജിനി ചേച്ചിയുടെ ജാതകമെല്ലാം പൊരുത്തമായി. ചേട്ടനും ഏകദേശം സമ്മതം. കാര്യം നല്ലൊരു സുന്ദരിയാണ്. മോഡേൺ ഡ്രസ്സും നാടൻ സ്റ്റൈലും എല്ലാം ഒരുപോലെ ഇണങ്ങുന്ന ഒരു രൂപം. ചേട്ടൻ അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ലെങ്കിലും തലയാട്ടി. കൂടുതലൊന്നും പറയില്ല. ഇഷ്ടപ്പെട്ടെന്ന് തോന്നി. പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഏതൊരു ആണിനും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് സുന്ദരിയാണ്. എന്തായാലും എൻ്റെ ചേച്ചി കണ്ടുപിടിച്ച ആൾ കൊള്ളാമെന്ന് പറഞ്ഞ് അവളെ ഞാൻ അഭിനന്ദിച്ചു. എടാ മോനെ, വരാൻ പോകുന്ന നിൻ്റെ ഏട്ടത്തിയമ്മ ചില്ലറക്കാരിയല്ല. ബാങ്കുകളിൽ നല്ലതുപോലെ ആടിപ്പാടി നടന്നവളാണ്. ഒരു നിമിഷം അടങ്ങൊതുങ്ങിയിരിക്കില്ല. ശാരീരിക സൗന്ദര്യമൊക്കെ ഈ കാഴ്ചയിലേ ഉള്ളൂ. നല്ലപോലെ സംസാരിക്കും. ഞാൻ പറഞ്ഞു, ചേച്ചി ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് സ്വഭാവമല്ലേ, പിന്നെ എങ്ങനെ ചേരുക? എടാ, ജാതകം ചേരുമല്ലോ, അതല്ലേ വലിയ കാര്യം. പിന്നെ ഓപ്പോസിറ്റ് ധ്രുവങ്ങൾ ആകർഷിക്കുന്നല്ലേ. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ ശാന്ത സ്വഭാവമായ ഒന്നും ശ്രദ്ധിക്കാത്ത ഭർത്താവായിരിക്കും ഏറ്റവും നല്ലത്. ചേച്ചി അവസാനം വീടിന് പാരയാകുമോ? ഒരു പാരയില്ലടാ. നമ്മുടെ കൂട്ടത്തിലൊക്കെ കൂട്ടാൻ പറ്റുന്ന ആളാണ്. എന്തിനും കൂട്ടു നിൽക്കും. അതല്ലേ നമുക്ക് വേണ്ടത്. നിന്റെ ചേട്ടനെ പോലെ തന്നെ മൂങ്ങാമൂളിയായ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുളവാകില്ലേ എന്ന് ചോദിച്ചു. ആലോചിച്ചപ്പോൾ അത് ശരിയാണല്ലോ എന്ന് ഞാൻ ഓർത്തു. ചേട്ടൻ്റെ അതേ സ്വഭാവമുള്ള ഒരു സ്ത്രീയോടെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആകെ കൂടി നിശബ്ദതയായിരിക്കും. അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ച് ഞാനതിന് കൂട്ടുനിന്നു. അങ്ങനെയാണ് ആ വിവാഹം നടത്തിയത്. അതും അതിഗംഭീരമായി, ആർഭാടമായിട്ട്. ചേട്ടൻ സന്തുഷ്ടവാനാണെന്ന് എനിക്കും തോന്നി. എൻ്റെ അമ്മയ്ക്കും എന്തായാലും പുതിയ മരുമകളെ ഇക്ഷ പിടിച്ചു. 2 പേരും തമ്മിൽ നല്ല കൂട്ടാണ്. വിവാഹം ഉറപ്പിച്ചപ്പോൾ മുതൽ രഞ്ജിനി ചേച്ചി എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. നല്ല ഫ്രണ്ടിനെ പോലെയാണ്. ശരിക്കും കോളേജിൽ പഠിക്കുന്ന 2 ഫ്രണ്ട്സ്
സംസാരിക്കുന്ന പോലെയാണ് തോന്നുക. എന്തായാലും എൻ്റെ കുഞ്ഞമ്മയുടെ മോള് പറഞ്ഞത് കറക്റ്റാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റിയ ആൾ തന്നെയാണെന്ന് വിവാഹം കഴിഞ്ഞ് വന്നപ്പോഴേക്കും മനസ്സിലായി. ഞങ്ങളെല്ലാം ഒരു ഗ്യാങ്ങാണ്. പലപ്പോഴും എൻ്റെ ചേട്ടന് പല സ്ഥലത്തും വരികയില്ല. ഞങ്ങളെല്ലാവരും കൂടി കറങ്ങാനൊക്കെ പോകും. ഇടയ്ക്ക് അമ്മയും കൂടും. അതിലൊന്നും എൻ്റെ ചേട്ടന് പരിഭവമില്ല. ജോലി, അനുബന്ധ കാര്യങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളിലിരിക്കും. ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി രഞ്ജിനി ചേച്ചിയോട് ചോദിച്ചു, അല്ല ശരിക്കും ഇങ്ങനെ അവാർഡ് പടം പോലുള്ള ഭർത്താവിനോട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ രഞ്ജിനി ചേച്ചി കൊഞ്ചി പറയുകയാണ്, ആര് പറഞ്ഞ അവാർഡ് പടമാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങളോട് പുള്ളി പുറത്ത് സംസാരിക്കുന്നതല്ലേ നിങ്ങൾക്കറിയുകയുള്ളൂ. എന്നോട് വലിയ കാര്യമാണ്. എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല. എൻ്റെ ഭർത്താവാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അമർത്തി ചിരിച്ചു. അത് കണ്ട് രഞ്ജിനി ചേച്ചി ചോദിച്ചു, എന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടി വല്ലാത്ത ചിരി? എന്നെ കളിയാക്കി ചിരിക്കുകയാണോ? നിനക്ക് നിൻ്റെ ചേട്ടന് കാലിബർ അറിയില്ല. ഇടി മോളെ, നിനക്കും അറിയില്ല. അദ്ദേഹമില്ലേ ശരിക്കും നല്ലൊരു മനുഷ്യനാണ്. അതൊരു ഭാര്യയ്ക്കേ മനസ്സിലാകുള്ളൂ എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുഞ്ഞമ്മയുടെ മോള് പറഞ്ഞു, അത് ശരിയാ ചേച്ചി, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭാര്യയ്ക്കല്ലേ അറിയൂ. അതെങ്ങനെ സഹോദരിമാർക്ക് അറിയുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ പിന്നെയും പുള്ളിക്കാരി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്ത് കുനിഷ്ട ഉദ്ദേശിച്ചെന്ന് എനിക്കറിയാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എന്നെ കളിയാക്കുന്ന സമയത്ത് രണ്ടുപേരും പറ്റിയ പാർട്ട്നേഴ്സിനെ കണ്ടെത്തു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രേമമൊന്നുമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും ചുമൽ കൂച്ചി കാണിച്ചു. ഇല്ല, ഇല്ലാത്തവർ ഇങ്ങനെ മേളോട്ട് നോക്കിയിരുന്ന് വെറുതെ കുറ്റം പറയും എന്ന് പറഞ്ഞ് തിരിച്ച് പരിഹസിച്ചു. ഇതൊക്കെ അതിലുള്ളതാണ്. ഞങ്ങൾ 3 പേരും കൂടി എവിടെയെങ്കിലും കാറിൽ യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾ ആ സ്ഥലം ശബ്ദമുഖരിതമാക്കും. ഇത് എൻ്റെ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് ഇറങ്ങുമ്പോഴേ പറയും, വല്ലവരെ കൊണ്ടും വല്ലതും പറയിപ്പിക്കരുത് 3 കൂടെ പോയിട്ടെന്ന്. അതൊക്കെ ജീവിതത്തിലെ ഒരു രസമായിട്ടെടുത്തു. ചേട്ടത്തിയമ്മ വന്നതിൽ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഒരു കുഴപ്പവുമില്ല. കല്യാണം കഴിഞ്ഞ് 1 വർഷമായി. ഞങ്ങളുടെ സൗഹൃദത്തിനൊന്നും ഒരു പ്രശ്നമില്ല. വീട്ടിൽ പ്രശ്നമില്ല. എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. അവർ രണ്ടുപേരും കൂടി ഇണക്കുരുവികളെ പോലെയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഒരു ദിവസം രഞ്ജിനി ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഒരാഴ്ചത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അവിടെ അച്ഛന് ചെറിയൊരു ഓപ്പറേഷനുണ്ട്. അതിന് ആശുപത്രിയിൽ കൂട്ടു നിൽക്കണമെന്ന്. ഞങ്ങളത് കേട്ട് ഓക്കെ പറഞ്ഞു. അമ്മയും പോയിട്ട് വാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കാർ വന്നു. ചേച്ചി കയറിപ്പോയി. ചേട്ടൻ കൂടെ പോയില്ല. ചേട്ടൻ അന്ന് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. വൈകിട്ട് വന്നപ്പോൾ ചേട്ടനെ മ്ലാനമായി കണ്ടു. അത് പിന്നെ അങ്ങനെയല്ലേ, പെട്ടെന്ന് ഭാര്യ പോയി കഴിഞ്ഞാൽ ഏതൊരാളും ഡൗൺ ആകില്ലേ. അന്ന് രാത്രി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ അധികം സംസാരിച്ചില്ല. ഞങ്ങളത് ശ്രദ്ധിക്കുകയില്ല. പിറ്റേ ദിവസം രാവിലെ 8 മണിയായിട്ട് പുള്ളി ഉണർന്നില്ല. അമ്മ പോയി മുട്ടി വിളിച്ചു. അപ്പോൾ തുറക്കുന്നില്ല. വലിയ ബഹളമായി. പിന്നീട് ബന്ധുക്കളൊക്കെ വിളിച്ചു വരുത്തി. അങ്ങനെ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് മുറി തുറന്നത്. നോക്കിയപ്പോൾ പുള്ളി കമിഴ്ന്ന് കിടക്കുന്നു. എല്ലാവർക്കും പേടിയായി. അമ്മ ഉച്ചത്തിൽ നിലവിളിച്ചു. അടുത്ത് ചില ഗുളികളൊക്കെ കഴിച്ചതുപോലെ സ്ട്രിപ്പുകൾ കിടപ്പുണ്ട്. അത് ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് അമിതമായ ഗുളികൾ കഴിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയത്. എന്താണ് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമെന്ന് ആർക്കും അറിയില്ല. കേട്ടവർ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഇവിടെ പ്രശ്നം? എന്തിനിങ്ങനെ പുള്ളി ചെയ്തു? ഭാര്യ വീട്ടിലേക്ക് 10 ദിവസം അച്ഛനെ നോക്കാൻ പോയെന്ന് വെച്ചിട്ട് ഒരു ഭർത്താവ് ഇങ്ങനെ ചെയ്യുമോ? ഇനി ദുർബല മനസ്സുകൊണ്ട് ചെയ്തതാണോ? ഒന്നും മനസ്സിലായില്ല. പുള്ളിയിൽ നിന്ന് ഇങ്ങനൊരു കാര്യം ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. അവസാനം ഡോക്ടർ ചോദിച്ചു കഴിയുമ്പോഴേക്കും പുള്ളി പറഞ്ഞു അറിയാതെ പറ്റിപ്പോയതാണെന്ന്. പക്ഷേ അങ്ങനെയല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇത് അറിഞ്ഞപ്പോൾ തന്നെ രഞ്ജിനി ചേച്ചി ഓടി വന്നു. കുറച്ച് കള്ളക്കണ്ണീര് പൊഴിച്ചു. പക്ഷേ രഞ്ജിനി ചേച്ചിയുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാ ഓപ്പറേഷൻ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഓപ്പറേഷനൊന്നുമില്ലെന്ന്. പുള്ളിക്കാരി കള്ളം പറഞ്ഞിട്ടാണ് വീട്ടിൽ പോയത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. പക്ഷേ ചേച്ചിയോട് ചോദിച്ചിട്ടും ഒന്നുമില്ല, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാണ്. 10 ദിവസം വീട്ടിൽ പോയി നിൽക്കണമെന്ന് എനിക്ക് തോന്നി. ആകെ ഒരു വീർപ്പ് മുട്ടൽ, അത്രയേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല. പിന്നെ ചേട്ടനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ അനങ്ങാപ്പാറ പോലെ ഇരിക്കുകയാണ്, മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, കുഞ്ഞമ്മയുടെ മോള് ചോദിച്ചു, അമ്മ ചോദിച്ചു, ബന്ധുക്കൾ ചോദിച്ചു. ആർക്കും ഒരു ഉത്തരവുമില്ല. ഇത്രയും നാളും പുന്നാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മയുടെ സ്വഭാവം മാറി. രഞ്ജിനി ചേച്ചിയെ നിരന്തരമായി ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ ഞാൻ കയറും, അമ്മയെ വെറുതെ വഴക്കുണ്ടാക്കരുത്, എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? അത് അറിയാത്ത എന്തെങ്കിലും കാര്യത്തിനാകും. ചേട്ടനാണല്ലോ വിചിത്രമായ സ്വഭാവം. ചേച്ചി എല്ലാം തുറന്നു പറഞ്ഞ ടൈപ്പല്ലേ. അപ്പോൾ ചേട്ടന് എന്തെങ്കിലും മാനസികമായ കുഴപ്പം കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കും. ഒരു ദിവസം പിന്നെയും ചേച്ചിയോട് അമ്മ എന്തൊക്കെയോ ചോദിച്ചു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു. അറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയുക എന്ന് പറഞ്ഞ് അമ്മായിമ്മയും മരുമകളും തമ്മിൽ അവിടെ പ്രശ്നങ്ങളായി. ഉടനെ തന്നെ അമ്മ
പിണങ്ങി കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. അവിടെ എൻ്റെ ചേച്ചിയുണ്ടല്ലോ. ചേച്ചി എന്നോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, അമ്മയുടെ 10 ദിവസം നിൽക്കട്ടെ, 2-3 കിലോമീറ്ററല്ലേ ഉള്ളൂ, നടന്നു വരാൻ ദൂരേ ഉള്ളൂ, വേണമെങ്കിൽ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. ചേച്ചിയും അത് സമ്മതിച്ചു. ഞാനിപ്പോൾ MBAക്ക് ചേർന്ന് കഴിഞ്ഞിരുന്നു. പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനൊക്കെ ചേട്ടത്തിയമ്മ വന്ന് എന്നെ സഹായിക്കും. ഞാനിപ്പോൾ ചോദിക്കും, ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ ഇത് കഴിഞ്ഞതിൽ പിന്നെ? അപ്പോൾ ചേച്ചി പറയും, ഇതിനു മുമ്പും പ്രശ്നമില്ല, ഇപ്പോഴും പ്രശ്നമില്ല, അങ്ങേർക്ക് എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ഫാമിലിയിൽ എന്തോ മാനസിക പ്രശ്നം ഉണ്ടല്ലോ, കുഞ്ഞമ്മയ്ക്ക് അതുണ്ടല്ലോ, അത് പുള്ളിക്ക് വന്നതായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിലൊരു ലോജിക്ക് ഇല്ലാതില്ല. കാര്യം മാനസിക പ്രശ്നം വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ, അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും പാതി സമയങ്ങളിലും അവിടെ ഉണ്ടല്ലോ. ചോറ് വയ്ക്കുന്നതും വിളമ്പിത്തരുന്നതും ഒക്കെ രഞ്ജിനി ചേച്ചിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചേച്ചി പഴയ കഥകളൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രേമത്തിൻ്റെ ഒരു കഥ പറഞ്ഞു. എനിക്ക് പണ്ടൊരാളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അയാളെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. വീട്ടുകാരെ സമ്മതിച്ചേനെ. പക്ഷേ ജാതകം, അന്യജാതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തായിരുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. ഓ, അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ ചേച്ചി വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഉടനെ ചേച്ചിയോട് ദേഷ്യപ്പെട്ടു. നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിന്റെ ചേട്ടനും ഞാൻ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ്. അല്ലാതെ പിന്നെ നല്ല പൊരുത്തമുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതൊക്കെ ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞു എന്ന് ചേച്ചി ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിനോട് പൊട്ടിത്തെറിച്ചു. പിന്നെ 19 വയസ്സുള്ള ഒരു സ്ത്രീയുടെ പുറകെ പ്രേമിച്ച് നടക്കുന്ന നിന്റെ ചേട്ടനെ ഞാനിങ്ങനെ വഴിക്കൊണ്ടുവരാനാണ്? എനിക്കതിനുള്ള വിദ്യയൊന്നും അറിയില്ല. അങ്ങേർക്ക് നീ വല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ നീ നാട്ടുകാരോടോ വീട്ടുകാരോടോ പറ, അവർ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താ ചേച്ചി പറഞ്ഞത്? ചേച്ചി പെട്ടെന്ന് അല്ല, ഞാനങ്ങ് പറഞ്ഞതാ. ഇനിയിപ്പം ഈ കഥ പറഞ്ഞേ പറ്റൂ. എന്താ സംഭവിച്ചെന്ന് ചേച്ചി ഇനിയെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ ദേഹത്ത് വീണ് പൊട്ടിക്കരഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുള്ളിക്കാരി ആർത്തടച്ച് കരയുകയാണ്. എന്താ ചേച്ചി യഥാർത്ഥ പ്രശ്നം? പറയൂ, ഉള്ളിലുള്ളത് തുറന്ന് പറഞ്ഞല്ലേ അറിയുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും ചേച്ചി തുറന്ന് പറയുന്ന ആളാണ്. ഇത് മാത്രം എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നാണക്കേടാടാ, എനിക്ക് നാണക്കേട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇനി ഞാൻ നിന്നോട് എല്ലാം പറയാം. എടാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഓഫീസിൽ അവരുടെ സീനിയറായിട്ട് ഒരു സ്ത്രീ ട്രാൻസ്ഫറായി വന്നത്. അവർ ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അവരാണ് ആ ഓഫീസിലെ മേലാധികാരി. അവർക്ക് വിവാഹം കഴിഞ്ഞൊരു മകളുണ്ട്. ഭർത്താവ് ഇല്ല. ഭർത്താവുമായിട്ട് അവർ പിരിഞ്ഞവരാണ്. ഈ കാര്യങ്ങളൊക്കെ നിന്റെ ചേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഒരു വട്ടം ഓഫീസിൽ കൊണ്ടുപോയി അവരെ എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അവർ സുന്ദരിയാണ്, കാണാൻ പ്രശ്നമൊന്നുമില്ല, നല്ല പ്രസരിപ്പുള്ള നല്ല യോഗ്യതയുള്ള ഒരു സ്ത്രീ. നല്ലൊരു ഇംപ്രഷൻ നമുക്ക് തോന്നും. അങ്ങനെ ആ ചാപ്റ്റർ ഞാൻ മറന്നു. നിന്റെ ചേട്ടൻ ഇങ്ങനെ സൈലൻ്റായിട്ട് ഇരിക്കുമെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് കറക്റ്റാണ്. ആദ്യം മുതലേ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് പോവുകയാണ്. എനിക്ക് പ്രശ്നമില്ല. പഴയ കാമുകനുണ്ടായിരുന്നു, ഞാൻ മോഹിച്ചു, ഓക്കെ, അതൊക്കെ ശരിയാണ്. അവിടെയുള്ള നിരാശയെല്ലാം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓക്കെ ആയതാണ്. സ്വന്തം ഭർത്താവ് നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന് എന്ത് വേണം? അങ്ങനെ ആ ജീവിതത്തിൻ്റെ രീതിയിൽ ഞാൻ ജീവിച്ചു വരികയായിരുന്നു. പിന്നെ പുള്ളിക്ക് വല്ലാത്ത ക്ഷീണം, ഒരസുഖമാണെന്ന് പറയുക, തലവേദനയാണ്, ദേഹം കിടുകിടുക്കുന്നു എന്നൊക്കെ എന്നോട് പറയുകയാണ്. ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നുമില്ല. ഇദ്ദേഹത്തിന് എന്ത് മാറ്റം വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചു. അനാവശ്യമായ ചില മെസ്സേജിങ്ങും ഫോൺ വിളികളുമൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ 1-2 വട്ടം ഞാൻ ഫോൺ ചെക്ക് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഈ രാധാമാഡം വിളിച്ചിട്ടുണ്ട്. അത് സാരമില്ല, ഓഫീസിലെ സീനിയറല്ലേ, അവർ വിളിക്കാതിരിക്കില്ലല്ലോ എന്നോർത്തു. വാട്സാപ്പിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു സംശയം തോന്നി. കാര്യം അവരുമായിട്ട് എന്തോ ചാറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പിന്നീട് പതുക്കെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ചാറ്റ് വരുമ്പോൾ തന്നെ പിടിക്കണം, എങ്കിൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. എനിക്ക് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു അവരുമായിട്ട് തന്നെയാണ് ഈ ചാറ്റ്, വിളി, ഈ ഭാവമാറ്റത്തിന് കാരണം ആ സ്ത്രീ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ഉറപ്പാകാതെ ചോദിക്കുന്നതിൽ കാര്യമില്ലയോ എന്ന് വിചാരിച്ച് ഞാൻ പതിയിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം
ചാറ്റ് കണ്ടുപിടിച്ചു. എൻ്റെ ചക്കരെ, ഞാൻ ഒരു കാര്യം പറയാം. എന്നെ നിനക്ക് പെരുത്തിഷ്ടമാണെന്ന് വെച്ചിട്ടും ഉള്ള ഊർജ്ജമെല്ലാം ഇവിടെ ചെലവഴിച്ചിട്ട് ഭാര്യയെ ശ്രദ്ധിക്കാതിരിക്കരുത്. സ്ത്രീകളിലെ വലിയ മിടുക്കിമാരാണ്, അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നീ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കണം. എങ്കിൽ മാത്രമേ സ്ത്രീകൾ വിശ്വസിച്ച് വീട്ടിലിരിക്കൂ. അല്ലെങ്കിൽ ഇല്ലടാ, സംശയം മുള പൊട്ടും. നിനക്ക് എന്നോട് ഇഷ്ടമെന്ന് എനിക്കറിയാം. അവൾ അത്ര സുന്ദരിയാണെങ്കിലും എൻ്റെ അത്ര വരുമോ? ഇല്ല. അവളൊക്കെ ഇപ്പോഴത്തെ യുഗത്തിലെ പെൺകുട്ടികളല്ലേ, വെറും ആവേശം മാത്രമേ ഉള്ളൂ. ഞാൻ തന്ന പൊന്നിൻ കനികളാണ് നിനക്ക് വലുതെന്ന് നീ എപ്പോഴും പറയാറില്ലേ? അതെൻ്റെ മനസ്സിലുണ്ട്. എന്ന് വെച്ചിട്ട് നീ കല്യാണം കഴിച്ചവനാണ്. കുടുംബം നന്നായിട്ട് നോക്കണം കേട്ടോ. പിന്നെ കുട്ടികളുണ്ടാകുന്നതിൽ അമാന്തം വേണ്ട. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടി ഉണ്ടാകണം. കാര്യം കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവളുമാരൊക്കെ എങ്ങനെയെങ്കിലും ദാമ്പത്യ ബന്ധത്തിൽ അവിടെ കിടന്നോളും. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുപോയി ചെയ്യാം. സംശയാസ്പദമായ കാര്യങ്ങളൊന്നും നീ ചെയ്യരുത്. നിന്നോട് ഞാൻ ഉപദേശിക്കുകയാണ്. എത്ര വട്ടം ഞാൻ പറഞ്ഞു, നിൻ്റെ ഭാര്യ നീ ശ്രദ്ധിക്കാതിരിക്കരുത്. അവൾക്ക് സംശയം തോന്നിയാൽ അറിയാമല്ലോ. നമ്മുടെ കാര്യം കീഴ്മേൽ മറിയും കുട്ടാ. ഞാൻ പറഞ്ഞത് കേൾക്കടാ. വിളിച്ചിട്ട് എന്താ എടുക്കാത്തത്? ഞാൻ ഉപദേശിക്കുമ്പോൾ നീ എന്തിനാ എന്നോട് പിണങ്ങുന്നത്? പിണങ്ങല്ലേടാ ചക്കരെ, പ്ലീസ്. എൻ്റെ പൊന്നു മോനെ, ഇങ്ങനെയൊക്കെയായിരുന്നു ഡയലോഗ്. സിനിമയിൽ പണ്ട് സിൽക്ക് സ്മിതയുടെ ക്യാരക്ടറിന് ഇങ്ങനെയുള്ള ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഉടനെ തന്നെ അത് എൻ്റെ വാട്സാപ്പിലേക്ക് ആക്കി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഞാനത് കേൾപ്പിച്ചു. കൈയോടുകൂടി ചോദ്യം ചെയ്തു. അപ്പോഴാണ് അങ്ങേര് പറഞ്ഞത്, വന്ന അന്ന് തന്നെ സൗന്ദര്യത്തെ പുകഴ്ത്തി അവർ സംസാരിച്ചെന്ന്. ഇത്രയും സൗന്ദര്യമുള്ള ഒരാൾ ഈ ഓഫീസിലുണ്ടെന്ന് വിചാരിച്ചില്ല. ഇത്രയും വർഷത്തെ സർവീസിനിടയ്ക്ക് നല്ലൊരു സുന്ദരനെ ഇപ്പോഴാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞെന്ന്. ഇതൊക്കെ കേട്ടപ്പോഴേക്കും നിന്റെ ചേട്ടൻ അങ്ങ് തരളിതനായി. പിന്നെ പുള്ളിയുടെ വേറൊരു കാര്യം അറിയാമോ? ഇതൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ആൻറ്റിമാരെയാണ് യഥാർത്ഥത്തിൽ ഇഷ്ടം. പിന്നെ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നെയൊക്കെ അദ്ദേഹം അങ്ങ് ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ സ്വപ്നത്തിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാ? കണ്ട് 3 ആഴ്ച ആയപ്പോഴേക്കും അവർ വീട്ടിലേക്ക് ക്ഷണിച്ചു. ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? അന്ന് തന്നെ അവർ ഹസ്ബൻഡിൻ്റെ ഫയൽ തുറന്ന് അവിടെ പച്ചമഷി കൊണ്ട് ഒപ്പിട്ട് അതങ്ങ് സീല് ചെയ്തു. പിന്നെന്ത് ചെയ്യാനാണ്? 2 പേരും തമ്മിൽ മാനസികമായ അടുപ്പം അന്ന് മുതൽ തുടങ്ങി. ആദ്യത്തെ 1 മാസത്തോളം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. അത് കഴിഞ്ഞ് ആ പ്രേമം അസ്ഥിക്ക് പിടിച്ചപ്പോൾ എന്നെ ഒഴിവാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിലേക്കെല്ലാം വന്ന് ഞാൻ അത് കണ്ടുപിടിച്ചത്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവസാനം പൂച്ച പതുങ്ങുന്ന പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ നോക്ക്, മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ. നമ്മളെപ്പോലെ കലപില സംസാരിക്കുന്നവർ എല്ലാം പുറത്ത് പറയും. പക്ഷേ ഈ കാര്യം എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് പറയും? ഇവിടെ ഞാൻ എന്ത് പറയും? ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞു. പോയപ്പോഴാണ് ഇങ്ങനെ ഒരു കോമാളിത്തരം കാണിച്ചത്. അത് വെറുതെയാണ്. കാര്യം ആളുകളെന്ന് പേടിപ്പിക്കാൻ, എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സമൂഹത്തിന് മുന്നിൽ മാന്യനാണ്, ഭാര്യയുണ്ട്, അത് നിലനിർത്തണം. പക്ഷേ കാര്യങ്ങളും കൂറും മറ്റു വശത്തേക്കുമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാരെ ഓർത്തൊക്കെയാണ് മോനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതാരോടാണ് ഞാൻ വിളിച്ചു പറയുക? എനിക്കറിയില്ലടാന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പെട്ടെന്നാണ് ചേട്ടൻ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾ 2 പേരും ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത് പുള്ളി കണ്ടുപിടിച്ചു. ഉടനെ തന്നെ എന്നോട് ചോദിച്ചു, ഇതാണോടാ നിൻ്റെ MBA പഠിത്തം? ഇതും സിലബസിലുള്ളതാണോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടത്തി പൊട്ടിത്തെറിച്ചു. ഇത് സിലബസിലുള്ളത് തന്നെയാണ്. അവനോട് ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു. അല്ലാതെ വേറൊന്നും ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര കാലം മുമ്പേ ഞാൻ എന്നെ ശ്രദ്ധിക്കുമായിരുന്നു. അവൻ നിങ്ങളെക്കാൾ ഉശിരുള്ള ഒരാളാണ്. സൗന്ദര്യം കൊണ്ടാണെങ്കിലും മറ്റെന്ത് കാര്യം കൊണ്ടാണെങ്കിലും അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ചേട്ടനപ്പോൾ ഞെട്ടി. പുള്ളി പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഞങ്ങൾ 2 പേരും കൂടെ പുറകെ ചെന്നു. അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പുള്ളിക്കാരൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, സമാധാനമായിട്ടിരിക്കുക, ഇതിനെന്താണ് പരിഹാരമെന്ന് നമുക്ക് ആലോചിക്കാമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എല്ലാവരും നിന്നോട് പറഞ്ഞില്ലേ, ഇതിൽ പരിഹാരമൊന്നുമില്ല. രാധമാടത്തെ മറക്കാൻ എനിക്ക് പറ്റില്ല. ചേട്ടനാണെങ്കിൽ ചേച്ചി വേണ്ടത്ര രീതിയിൽ കൺസിഡർ പോലും ചെയ്യുന്നില്ല. അത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. രാധമാടം മാത്രമാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് ഉടനെയൊന്നും പഴയ രീതിയിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ
ചേച്ചി എന്ത് ചെയ്യണം, ചേച്ചി എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പറയുകയാണ്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ, നീ ജർമ്മനിയിലോ മറ്റോ അങ്ങ് പോകൂ, നിനക്ക് വിദേശ രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹമല്ലേടി, അപ്പോൾ നീ അങ്ങ് പോകൂ, അവിടെ പോയി സെറ്റിലാകും. കുറേ നാൾ കഴിയുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും പറയാം. ഭാര്യ അവിടെ പോയി സെറ്റിലായി, എനിക്കങ്ങോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ വിവാഹബന്ധം ഞങ്ങൾ ഒഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പതുക്കെ മാറാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ അവരെ കെട്ടി താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചേച്ചി ചോദിച്ചപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, എൻ്റെ തലച്ചോറിനുള്ളിൽ ഇപ്പോൾ ഒന്നും കയറുന്നില്ല എന്ന് പറഞ്ഞു. ആ, ഉടനെ ഒന്നും ജർമ്മനി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനൊക്കെ പഠിക്കണ്ടേ, ഇപ്പം കല്യാണം കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ മനസ്സ് ഡൗൺ ആയെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിനക്ക് എത്ര ഫണ്ട് വേണമെങ്കിലും തരാമെന്ന്. ചേച്ചി അപ്പോൾ വായി തോന്നി എന്തൊക്കെയോ പറഞ്ഞു. ഫണ്ട് തൻ്റെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫണ്ടല്ല ആവശ്യം. എന്താണ് ആവശ്യം എന്നറിയാമല്ലോ, ഒരു സ്ത്രീക്ക് വേണ്ടത് ഭർത്താവിൽ നിന്നുള്ള സ്നേഹവും പരിചരണവുമാണ്. അതിനപ്പുറവും പല കാര്യങ്ങളുമുണ്ട്. നിങ്ങളിപ്പോൾ ഒരിടത്ത് പോയി സെറ്റിലായി, നിങ്ങൾക്ക് മറക്കാനും പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ആരുമില്ല, വീട്ടുകാരെ പേടിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. തൽക്കാലം ഞാൻ ജർമ്മനിയിൽ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നടന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഇഷ്ടത്തിന് നടക്കും എന്ന് ചേച്ചി പറഞ്ഞു. അത് നല്ലൊരു ഡീലാണ്. നമുക്ക് കുറച്ച് വർഷം ഇങ്ങനെ പോകാം. ഞാനും രാധമാടും തമ്മിലുള്ള കാര്യം ആരും അറിയാതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ നീയും വീട്ടുകാരും നാട്ടുകാരും അറിയാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ നീ കേട്ടല്ലോ, നിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ വാഗ്ദാനം തന്നത്. ഇനി ഞാൻ ഇഷ്ടമുള്ളതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ. ചേട്ടത്തിയമ്മ എന്നുള്ള രീതിയിൽ നീ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. എൻ്റെ ഇഷ്ടങ്ങളിൽ കയറി നിങ്ങളെ ഇനി മേലാൽ ഇടപെടരുത്. ചിലപ്പോൾ നിങ്ങളുടെ അനിയനും ഞാനും തമ്മിലായിരിക്കാം എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു വരിക. അപ്പോഴും നിങ്ങൾ തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനും ചേട്ടനൊന്ന് ഞെട്ടി. എടീന്ന് ചേട്ടൻ വിളിച്ചപ്പോഴേ ചേച്ചി പറഞ്ഞു, മിണ്ടരുത്, ഇനി എല്ലാം എൻ്റെ സ്വാതന്ത്ര്യമെന്ന്. ചേട്ടൻ പെട്ടെന്നങ്ങ് പോയി. എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, എൻ്റെ മനസ്സിൽ ഒരു പ്രതികാരം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞതാണെന്ന്. ഞാൻ ആശ്വസിച്ചു. പക്ഷേ അത് കഴിഞ്ഞുള്ള രാത്രിയായപ്പോഴേക്കും ചേച്ചി എൻ്റെ മുറിയിൽ വന്നു. ഞാൻ ഇന്നലെ മുഴുവൻ അങ്ങ് ആലോചിക്കുകയായിരുന്നു. എന്താ ചേച്ചി നീ ഇങ്ങനെ ഒറ്റത്തടി പോലെ ഇവിടെ നിൽക്കുകയാണ്? നിനക്കിപ്പം സജീവമായൊരു പ്രേമവുമില്ല. ചേച്ചി പറഞ്ഞു വരുന്നത് ഒന്നുമില്ല. നിൻ്റെ ചേട്ടനോട് ഇന്നലെ പറഞ്ഞ സംഗതി തന്നെ. എനിക്കിപ്പോൾ വെറുതെ പച്ചയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ വയ്യ. ഇവിടെ ഏതെങ്കിലും തീ ആളിപ്പടരണം. ഞാൻ വിവാഹിതയായപ്പോൾ എനിക്ക് പല മാറ്റങ്ങളും വന്നു. അപ്പോൾ പിന്നെ ഒന്നുമില്ലാതെ എല്ലാ ദിവസവും എങ്ങനെയാണ് തള്ളി നീക്കുക? അല്ല, നീ ഇങ്ങനെ കുലവാഴയുടെ ഓണറായി ഇവിടെ നിൽക്കുമ്പോൾ ഞാനെന്തിനാടാ പുറത്തുപോയി റിസ്ക് എടുക്കുന്നത്? ചേച്ചി നീ ചേച്ചി നിന്നെ വിളിക്കണ്ട, ഇത് ശരിയാകും. നീ ആദ്യം പറയും ശരിയാകില്ലെന്ന്. നീ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ എനിക്കാണ് ആവശ്യം, നിനക്ക് ആവശ്യമില്ല. നീ നിരപരാധിയാണ്. ചേച്ചിയുടെ ആവശ്യം ഇതിനു വേണ്ടി ചേച്ചി പ്രളയജലത്തിൽ ചുഴികളിൽ കറങ്ങിയെന്ന് നീ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭ്രാന്തമായ ആവശ്യത്തോടുകൂടിയാണ് ചേച്ചി ദ്വന്ദ്വയുദ്ധത്തിലേർപ്പെട്ടത്. ഞാൻ എതിർത്തപ്പോൾ ചേച്ചി പറഞ്ഞു, എതിർത്തിട്ട് ഒരു കാര്യമില്ല. കാര്യം ആവശ്യമുള്ളവരുടെ ആവേശം ഒത്തിരി കൂടുതലായിരിക്കും. അതിന് മുന്നിൽ ആർക്ക് പിടിച്ചു നിൽക്കാനാവില്ലടാ എന്ന് പറഞ്ഞു. അത് കറക്റ്റായിരുന്നു. ഒരു സ്ത്രീയെ തടുക്കാൻ ആർക്ക് പറ്റും? ആർക്കും പറ്റില്ല. അത് അവിടെ നടന്നു കഴിഞ്ഞു. അവർക്ക് വാശിയായിരുന്നു. എന്നോട് പറഞ്ഞു, നീ മുന്നും പിന്നും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും വിശേഷമുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാം നമുക്ക് ബോണസാണ്. ഈ ബോണസിൽ നീ കൂടുതൽ ആഴത്തിൽ ഖനന ഗവേഷണം നടത്തുമോനെ എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. യുഗാന്തരങ്ങളിലെ പ്രളയം അവിടെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടി. എല്ലാം എനിക്ക് ഒരു വഴിക്ക് തെളിഞ്ഞു കിട്ടിയ ഭാഗ്യമെന്ന്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ചേട്ടൻ ഇവിടെ ഉള്ളപ്പോഴാണ് ചേച്ചിക്ക് കൂടുതൽ ഉത്സാഹം. ചേട്ടൻ അത് ശ്രദ്ധിക്കുന്നുണ്ടാകാം, പക്ഷേ കാണാത്ത ഭാവം നടിക്കും. അവർ വല്ലാത്ത പ്രതികാര ദാഹത്തോടു കൂടിയാണ് എപ്പോഴും പെരുമാറുന്നത്. അത് എനിക്ക് നന്നായി ഭവിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളെന്ന് എനിക്കറിയാം. എന്നാലും അതിൽ നിന്ന് എനിക്കൊരു മുക്തി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ എൻ്റെ അമ്മ ഇടയ്ക്ക് വരുമ്പോഴേക്കും ചേച്ചി തന്നെ എന്തെങ്കിലും തറുതരകൾ പറയും. അതോടുകൂടി അമ്മ പിന്നെയും കുഞ്ഞുമ്മയുടെ വീട്ടിൽ പോകും. ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ലാത്തതുകൊണ്ട് സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമാണ്. മാഡം, ഇപ്പോൾ ഒരു പുതുവിശേഷം ഉണ്ടായിരിക്കുകയാണ്. ചേച്ചി പറഞ്ഞത് ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അനിവാര്യമാണ്. ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല. സ്വന്തം ഭാര്യ
അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇഷ്ടം. മറ്റു സ്ത്രീക്ക് അങ്ങനെ കല്യാണം കഴിച്ച് പ്രശ്നം ഉണ്ടാക്കാനൊന്നും താല്പര്യമില്ല. എല്ലാം രഹസ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. ചുരുക്കം പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ വലിയൊരു വലയിലാണ് ഞാൻ കുരുങ്ങിക്കിടക്കുന്നതെന്ന് മാഡത്തിന് മനസ്സിലായല്ലോ. ഭാവിയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളെപ്പറ്റിയും ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിന് ഒരു റെമഡി ഇല്ലെന്ന് എനിക്കറിയാം. മാഡത്തിൻ്റെ ഉപദേശത്തിന് വേണ്ടിയിട്ടല്ല, ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോകുന്ന ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു കഥ മാഡത്തിന് എഴുതി അയച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വയം ബോധമുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചെങ്കിൽ കൂടുതൽ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിടേണ്ടി വരും. അതിന് ധൈര്യം സാഹചര്യമുള്ളവരോട് നമ്മളിപ്പോൾ കൂടുതൽ ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ മനുഷ്യർ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും നമ്മൾ പറയാത്ത പല രീതിയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുക എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ കഥ.